Welcome to Art and Craft Easy to Make. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വോള് ഇതാണ്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ ബബിൾസ് ആണ്. ബബിൾസ് ഒക്കെ അതൊന്ന് പരത്തി എടുത്തിട്ടുള്ള ഡിസൈനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 100 സ്ക്വയർ ഫീറ്റ് ഏരിയ ഉണ്ട്. നമ്മൾ കളം തിരിച്ച് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഓക്കെ കാണാം. ഈ വോള് നമ്മൾ മാർക്ക് ചെയ്ത് കളം തിരിക്കാനായിട്ട് ടേപ്പ് ചെയ്യാനായിട്ടുള്ള പരിപാടി. നമ്മൾ ഇത് ടേപ്പൊക്കെ ഒട്ടിച്ച് പേപ്പർ ഒട്ടിച്ചാണ് നമ്മൾ സൈഡെല്ലാം പേപ്പർ ഒട്ടിച്ച് ക്ലീനാക്കി. എന്നാലും നമ്മളെ പണിക്കാത്ത ഒരു വൃത്തി തോന്നുന്നത്. അതായത് പിന്നെ നമുക്ക് അധികം പണിയൊന്നും വരത്തില്ല. കാരണം എല്ലാം പേപ്പർ ഒട്ടിച്ച് ക്ലീനാക്കി ചെയ്ത് കഴിഞ്ഞാൽ വൃത്തിയായി. ആദ്യ കാഴ്ച തന്നെ പണിക്കാത്ത ഒരു വൃത്തി നമുക്ക് കിട്ടുന്നു. നമ്മളിത് ലെവലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നൂലൊന്ന് അടിച്ചിട്ട് ടേപ്പ് ഒട്ടിക്കുന്നത്. നൂലടിക്കാതെ വേണം നമ്മൾ ടേപ്പ് ഒട്ടിക്കാം. എന്നാലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ പണിയുടെ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടേപ്പ് ഒട്ടിക്കുകയാണ്. പൊട്ടിക്കുന്നത് തന്നെ ഇങ്ങനെ സാധാരണ നമ്മൾ മാസ്കിൻ്റെ പൊട്ടിക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊളഞ്ഞു പോകും. അപ്പോൾ നമ്മളത് കറക്റ്റ് ഒരു വിരലിൽ നിന്ന് കുത്തി ഇന്നെടുത്ത് കറക്റ്റ് പോർഷനിൽ കൊണ്ട് ഇങ്ങനെ കുത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇതായിട്ടൊന്ന് എടുത്ത് കൊടുക്കുക. ടേപ്പ് നല്ല റെഡിയായിട്ട് കിട്ടും. സത്യത്തിൽ ഇങ്ങനെ നൂല് അടിച്ചില്ലേ തന്നെ നമ്മൾ നൂല് വലിക്കുന്ന പോലെ തന്നെ ഈ ടേപ്പ് വെച്ചാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാം. പക്ഷേ നമുക്ക് ഒരു വർക്കിനകത്ത് ഒരു പ്രശ്നം വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഇനി ഒരു ചെറിയൊരു പോർഷൻ കൂടി നമുക്കിവിടെ ഒട്ടിക്കണം. അതിവിടെ ഒട്ടിച്ച് ക്ലിയർ ചെയ്ത് പോകാം. സാധാരണ ചെയ്യുമ്പോഴത്തേന് ഇതുപോലെ സ്വിച്ച് ബോർഡ് കാര്യങ്ങൾ വരുന്നതാണ്. ഇതിപ്പം നേരത്തെ പെയിൻറ്റ് അടിച്ചിട്ടിരുന്ന സ്വിച്ച് ബോർഡാണ്. പക്ഷേ ഇത് മുഴുവൻ പെയിൻ്റാണ്. നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രൊഫഷണാലിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പഴയ സ്വിച്ച് ബോർഡ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്കിത് വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ സാധാരണ നേരത്തെ പെയിൻറ്റർമാരൊക്കെ ചെയ്തിട്ട് അവരത് എന്നാലേ നമ്മൾ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വർക്കിന് ഒരു പെർഫെക്ഷൻ ഈ സ്വിച്ച് ബോർഡ് ഇങ്ങനെ കറയായിട്ടായിരിക്കും. നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നതിന് മുന്നേ സ്വിച്ച് ബോർഡ് ഒന്ന് ക്ലീൻ ആക്കി കഴിയുമ്പം തന്നെ അതിൻ്റെ ഒരു വൃത്തി വരും. അങ്ങനെയുള്ള വൃത്തി പിന്നെ അതിൻ്റെ ഒരു കൃത്യതയാണ് നമ്മുടെ വർക്കിൻ്റെ ഒരു പ്രൊഫഷണാലിറ്റി എന്ന് പറയുന്നത്. അപ്പം നമ്മളത് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളത് ഒട്ടിക്കുകയാണ്. ഓരോന്നും വർക്കും ഇത് ഇത്ര ചെളി പിടിച്ചായിരുന്നു. ഇപ്പം തന്നെ ആയിരിക്കും ഒന്നും ചെയ്യാതെ വന്നപ്പോൾ തന്നെ ആ സ്വിച്ച് ബോർഡ് നല്ല നീറ്റായിട്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ വർക്കിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് ക്ലിയർ ചെയ്ത് പോവാമെങ്കിൽ ഈ പണി കാണുമ്പോൾ ഒരു വൃത്തി
പിന്നെ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ വർക്ക് ഒരു മതിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. നമ്മൾ ഇതിപ്പോൾ മാസ്ക് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് മാസ്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ക്രോസ് ലൈൻ ടേപ്പ് ചെയ്യാനായിട്ട് പോവാണ്. ക്രോസ് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭിത്തിയും കൂടെ ഒന്ന് മറച്ചതിന് ശേഷം നമുക്ക് ടെക്സ്ചർ അടിക്കാൻ തുടങ്ങാം. ഇത് ക്രോസ് ഒട്ടിച്ചതിന് ശേഷമാണ് നമ്മൾ ടെക്സ്ചർ അടിക്കാനായിട്ട് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അത് നമുക്ക് ഈ പത്രപ്പേപ്പർ വെച്ച് നമുക്കിതെല്ലാം മാസ്ക് ചെയ്യണം. അത് നമ്മൾ ടെക്സ്ചർ അടിക്കുമ്പോൾ ഭിത്തിയിലോട്ടൊക്കെ തിരിക്കും. അപ്പോൾ അതിന് ഇടവരാതെ നമ്മൾ വർക്ക് കഴിയുമ്പോൾ നേരത്തെ എങ്ങനെ കിടന്നോ അതേ ഫിനിഷിങ് കിടക്കുകയും ചെയ്യണം. കറങ്ങിപ്പോയി, ഞാനൊന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പം കിടക്കുക വേണം, കണ്ടാൽ നല്ല വൃത്തിയായിരിക്കണം. നമ്മളിത് കട്ട് ചെയ്ത് എടുക്കുകയാണ്. നമ്മളിത് കംപ്ലീറ്റ് മാസ്ക് ചെയ്ത് ലൈനായിട്ട് എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മേലിൽ ബബിൾസ് ടെക്സ്ചർ സ്പ്രേ ചെയ്യാം. ഓക്കെ, നമുക്ക് സ്പ്രേ പ്ലാസ്റ്റർ എന്ന് പറയുന്ന അക്മാടെക്സിൻ്റെ ടെക്സ്ചർ കോമ്പൗണ്ട് ടെക്സ്ചർ കോട്ടിംഗ് ആണ്. പൊട്ടിക്കുമ്പോൾ ഇത് ഇവിടെ ഇതിൻ്റെ ഒരു വിടവുണ്ട്, നമ്മൾ എടുത്തിട്ട് പെട്ടെന്ന് കറക്കി എടുക്കാം. പൊട്ടിക്കാനെന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല. ഇതാണ് മെറ്റീരിയൽ, ചെറിയൊരു ഐവറി ടോൺ ചെറിയൊരു ടോണാണ്. ബബിൾസ് അടിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഗണ്ണാണിത്. ഇത് നമ്മൾ ഈ പറ്റാതിരിക്കാനായിട്ട് മാക്സിമം നമ്മൾ മാസ്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് നമുക്ക് കഴുകാനായിട്ട് നമുക്ക് എളുപ്പമുണ്ട്. പിന്നെ എടുത്ത് പൊളിച്ച് മാറ്റിയാൽ മതി. പിന്നെ ഇത് നമുക്ക് സ്റ്റോൺ അടിക്കാൻ ഒക്കെ ഉപയോഗിക്കാം. ടെക്സ്ചർ ചെയ്യാനായിട്ട് ഒരുമാതിരിപ്പെട്ട വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഈ ഗണ്ണ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ,
നമ്മളിത് ഒന്ന് വലിഞ്ഞതിന് ശേഷം, അത്യാവശ്യം ഒന്ന് വലിഞ്ഞതിന് ശേഷം നമ്മളിത് ഇനി പരത്താൻ പോകണം. പരത്തി കഴിയുമ്പോൾ ഇതിൻ്റെ എഫക്റ്റ് ഏകദേശം വരും. പിന്നെ അത് നമ്മൾ കളർ അടിച്ച് കഴിയുമ്പോഴേ നമുക്ക് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു എഫക്റ്റിലോട്ട് വരത്തുള്ളൂ. നമുക്ക് അപ്പം നമ്മുടെ ഈ ബബിൾസിൻ്റെ ചെറിയ ബബിൾസാണ് ചെയ്തിരിക്കുന്നത്. ഈ ബബിൾസിൻ്റെ പാച്ചിങ് കഴിഞ്ഞ് ഇനിയിപ്പോൾ നാളെ നമ്മൾ കളർ അടിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള വർക്ക് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റാക്കി നമ്മൾ കുറേ സെറ്റ് ചെയ്യുന്നുണ്ട്. അതെല്ലാം ഒന്ന് റെഡിയാക്കി നമ്മൾ അപ്പം നമ്മുടെ ഇതിൻ്റെ വർക്ക് ഫിനിഷിങ് ആയിരിക്കുകയാണ്. കളർ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായിട്ട് ഓക്കെ.